സ്നേഹം വീഡിയോയിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ടവരെ, പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 51-ാമത്തെ അധ്യായം 22-ാം തിരുവചനത്തിൽ ഇപ്രകാരം അരുളി ചെയ്യുന്നു: കർത്താവ് എനിക്ക് ഒരു നാവ് നൽകി, അതുപയോഗിച്ച് ഞാൻ അവിടുത്തെ പ്രകീർത്തിക്കും എന്ന്. പ്രിയപ്പെട്ടവരെ, ദൈവം തമ്പുരാൻ നൽകിയ നാവ് കൊണ്ട് ഞാനും നിങ്ങളൊക്കെ തിന്മ പറയുവാൻ, വിലകെട്ട വാക്കുകൾ പറയുവാൻ, കുറ്റം പറയുവാൻ വേണ്ടിയാണ് പലപ്പോഴും ഈ നാവ് ഉപയോഗിച്ചിട്ടുള്ളത്. യാക്കോബ് ശ്ലീഹ പറയുന്നുണ്ടല്ലോ, നാവ് തീയാണ് എന്ന്. ഇതാ, നാവിന് കടിഞ്ഞാനിടണം, നിന്റെ അതർകവാടത്തിന് കാവലേർപ്പെടുത്തണം എന്ന് സങ്കീർത്തന പുസ്തകത്തിൽ 141-ാമത്തെ അധ്യായം 1-ാം തിരുവചനത്തിൽ നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതാ നമ്മുടെ ദൈവം നൽകിയ നാവ് കൊണ്ട് ഇതാ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ദൈവത്തെ പ്രകീർത്തിക്കുമ്പോൾ, നമ്മുടെ തകർച്ചകളെ പ്രതി, നമ്മുടെ രോഗങ്ങളെ പ്രതി, നമ്മുടെ കടബാധ്യതകളെ പ്രതി, നമ്മുടെ തകർന്ന ജീവിതത്തെ പ്രതി, നമ്മൾ ഒറ്റപ്പെട്ട ജീവിത സാഹചര്യങ്ങളെ പ്രതി ഇതാ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, നമ്മുടെ ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെ പ്രതി ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഇതാ നമ്മുടെ മേൽ വലിയ ദൈവകൃപ, വലിയ അഭിഷേകം ഇതാ നമ്മളിലേക്ക് കടന്നു വരും. വലിയ ദൈവാനുഭവം നമ്മളിലേക്ക് കടന്നു വരും. അതിനുള്ള കൃപാവരം ദൈവം ഈ സുപ്രഭാതത്തിൽ നൽകട്ടെ എന്ന് ഇതാ നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, ഇതാ അങ്ങയെ പ്രകീർത്തിക്കുവാൻ, അങ്ങയെ എല്ലാ ദിവസവും പ്രഭാതത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കുവാൻ, അതുവഴി ഞങ്ങളുടെ എല്ലാ തടസ്സങ്ങളും മാറുവാൻ, കർത്താവേ, അതുവഴി ഞങ്ങൾ വലിയ സന്തോഷം അനുഭവിക്കുവാൻ, വലിയ സമാധാനം അനുഭവിക്കുവാൻ, വലിയ സൗഖ്യം അനുഭവിക്കുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളുടെ ആത്മാവിൻ്റെ അഭിഷേകം ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് സർവേശ്വര എന്നേക്കും ആമേൻ.